ഹായ് ഫ്രണ്ട്സ്, കേരള വെള്ളിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റീം ബോട്ടാണ് ഉണ്ടാക്കുന്നത്. പോപ്പ ബോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആകാൻ മറക്കല്ലേ. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ, പ്ലെയർ, കത്രിക, പെൻസിൽ, 2 സ്ട്രോ, ഒരു മാംഗോ ഫ്രൂട്ടിൻ്റെ ബോക്സ്. അതുമായിട്ട് നമ്മൾ കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ 2 സൈഡ് വശത്തും കട്ട് ചെയ്തതിന് ശേഷം ഒരു ഷീറ്റായി എടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സെൻറ്റർ വശത്ത് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം 4 ഇഞ്ചിൽ 2 സൈഡ് വശത്തും കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മറ്റേ സൈഡിലും അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് മടക്കിയെടുക്കുക. 2 സൈഡ് വശത്തും ചേർത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം അത് ഓപ്പൺ ആക്കി എടുക്കുക. അതിനുശേഷം അതിന് 2 വശങ്ങളിലും ഇതുപോലെ സ്ക്രാച്ച് ഉണ്ടാക്കി കൊടുക്കുക. വരുതി കണ്ട് സ്ക്രാച്ച് ചെയ്യുക. എംസിയിൽ തേക്കുമ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എംസിയിൽ മിക്സ് ചെയ്യുക. 2 എംസിയിലും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുക. 2 വശങ്ങളിലും ഇതുപോലെ അപ്ലൈ ചെയ്യുക. സ്ക്രാച്ച് ഉണ്ടാക്കിയ സൈഡിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് മടക്കിയെടുക്കുക. അതിനുശേഷം 2 സൈഡ് വശത്തും ചേർത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. രണ്ട് സൈഡ് വശത്തും ചേർത്ത് മടക്കിയെടുക്കുക. അതിനുശേഷം പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം പ്ലെയർ കൊണ്ട് ഒരു വട്ടം പാടെ മടക്കിയെടുക്കുക. 2 വശത്തും ഇതുപോലെ മടക്കിയെടുക്കുക. ലീക്ക് ഉണ്ടാവരുത്, അതിനനുസരിച്ചിട്ട് മടക്കിയെടുക്കണം. രണ്ട് വശത്തും മടക്കിയെടുത്തതിന് ശേഷം അതിനുശേഷം ആ ഹോളൊന്ന് തുറന്നെടുക്കുക. ഇതുപോലെ ചെയ്യുക. ഹോളാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്ട്രോ ഇറക്കി വെക്കുക. 2 സ്ട്രോവും ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ എംസിൽ തേച്ചെടുക്കുക. ഗ്യാപ്പ് ചെയ്യാത്ത പോലെ എംസിൽ ഫില്ല് ചെയ്യുക. സൈഡ് വശത്ത് ഇതുപോലെ എംസിൽ വെച്ച് ഫില്ല് ചെയ്യുക. സൈഡ് വശത്തും അടിവശത്തും ഇതുപോലെ എംസിൽ വെച്ചിട്ട് ഗ്യാപ്പുകളൊക്കെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൂട്ടിൻ്റെ ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ വശത്ത് ചേർത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ സ്ട്രോ ഒന്ന് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. അതിനുശേഷം 2 ഹോളാക്കുക. ഇതുപോലെ 2 ഹോളാക്കി എടുക്കുക. അതിനുശേഷം ആ സ്ട്രോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം ലീക്ക് ഉണ്ടോ നോക്കുക. ഊതിയമായി വെള്ളത്തിൽ വെച്ച് ഊതിയതിന് ശേഷം ലീക്ക് ഉണ്ടെങ്കിൽ കുമിളകൾ വരും, ഇല്ലെങ്കിൽ കുമിളകൾ വരില്ല. കുമിളകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ എംസിൽ വെച്ച് ഒന്നുമാടെ ഫില്ല് ചെയ്തിട്ട് പൊട്ടിച്ചെടുത്താണ്. ഇപ്പോൾ വരണില്ല. ബോട്ടിൻ്റെ മേൽക്കൂര ഉണ്ടാക്കാൻ അതിൻ്റെ മറ്റേ ഫ്രൂട്ടിൻ്റെ മേൽവശത്ത് കട്ട് ചെയ്തിട്ട് അത് നമ്മളതിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്തെടുക്കണം. ഗമ്മ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. നമ്മൾ സ്റ്റാപ്ലർ കൊണ്ട് അടിക്കണം. 2 സൈഡിലും സ്റ്റാപ്ലർ വെച്ചിട്ട് അടിച്ചിരുന്നു. അതിനുശേഷം അതിൻ്റെ മേൽവശത്തും നമ്മൾ സ്റ്റാപ്ലർ വെച്ചിട്ട് അടിക്കുന്നത്. 2 വശത്തും അടിച്ചതിന് ശേഷം താഴ് വശത്തും ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് സ്റ്റാപ്ലർ കൊണ്ട്. അതിനുശേഷം നമ്മൾ സ്ട്രോ ഒന്നും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്യാപ്പ് ചെയ്യാതെ ഫില്ലാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. താഴ്വശത്തും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഗ്യാപ്പ് ചെയ്യാതെ ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക.
സ്ട്രോൻ്റെ അറ്റത്തും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2 സ്ട്രോൻ്റും അടിവശത്ത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബോട്ടിലിൻ്റെ അടുപ്പ് വശം കട്ട് ചെയ്തത് അതിൽ വെച്ചതിന് ശേഷം അതിലേക്കൊരു മെഴുകുതിരി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ സ്ട്രോൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളം നിറക്കണം. സ്ട്രോൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ നമ്മളെ സ്റ്റീം ബോട്ട് പെർഫെക്റ്റായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചൂടാകുന്നതിനനുസരിച്ച് സ്പീഡ് ബോട്ട് പോകും. സ്റ്റീം ബോട്ട് സ്പീഡ് ആകുന്നതനുസരിച്ച് സ്പീഡിൽ പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്പീഡ് പോകുന്നുണ്ട്. നമ്മൾ ചൂടായതിനു ശേഷം സ്റ്റീം കൂടുതലായി വരുമ്പോൾ സ്പീഡിൽ പോകുന്നതാണ്. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോയുമായി ഇനി വരും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.